ഹായ് ഹലോ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ 3ാമത്തെ യൂണിറ്റുമായിട്ടാണ് കേട്ടോ. എന്താണ് യൂണിറ്റിൻ്റെ പേര്? ടെൻഡർ ഷൂട്ട്സ്. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേയുള്ള യൂണിറ്റ് സെക്കൻഡും വണ്ണൊക്കെ ഡിസ്കസ് ചെയ്തു. അത് കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ ഇതാ ഈ ഒരു മനോഹരമായ ചിത്രമാണ് യൂണിറ്റിൽ ഫസ്റ്റ് നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലേ. യൂണിറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ പിക്ചർ കണ്ടാൽ പ്രകൃതിയാണ് അല്ലേ. എന്താണ് നാച്ചർ എന്ന് പറഞ്ഞാൽ പ്രകൃതിയെ ആസ്വദിക്കുന്ന ഒരു കുട്ടിയെയും അതിൻ്റെ അച്ഛനെയും കാണുന്നുണ്ട് അല്ലേ. എന്തൊക്കെ കാണുന്നുണ്ട്? റെയിൻബോ കാണുന്നുണ്ട്, ട്രീസ് കാണുന്നുണ്ട് അല്ലേ, റിവർ ഒഴുകുന്നുണ്ട് അല്ലേ. അങ്ങനെ ഇതിൻ്റെ താഴെയായിട്ട് ഒരു കോഡ്സ് ഉണ്ട്. ബംഗാരി മാതായ് എന്ന് പറയുന്ന ഒരാളുടെ കോഡ്സാണ്. വെൻ വി പ്ലാന്റ് എ ട്രീ വി പ്ലാൻ ഹോപ്പ്. എന്താണ് പറയുന്നത്? നമ്മളൊരു പ്ലാന്റ് നടുമ്പോൾ, ഒരു മരം നടുമ്പോൾ എന്താണ്? വെൻ വി പ്ലാന്റ് എ ട്രീ വി പ്ലാൻ ഹോപ്പ്. നമുക്ക് പ്രതീക്ഷയാണ് നമ്മൾ നടുന്നത് അല്ലേ. ഇങ്ങനെയാണോ പറഞ്ഞത്? ഒരു ചെടി നടുമ്പോൾ നമ്മളൊരു പ്രതീക്ഷയും കൂടിയാണ് നടുന്നത് എന്നാണ് ഈ കോഡ്സിലൂടെ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാക്കാം പ്രകൃതിയെക്കുറിച്ചിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരിക്കും ഈ ഒരു യൂണിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് എന്താണെന്ന് നോക്കാം. എന്താണ്? ദ മൂൺ എന്നാണ് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര്. അതിന് മുന്നായിട്ട് ഒരു ചെറിയ പിക്ചർ ഉണ്ട് അല്ലേ. വാട്ട് ഡു യു സീ ഇൻ ദിസ് പിക്ചർ? ഹൗ ഡു യു ഫീൽ? ക്യാൻ യു ബി തിങ്ക് ഓഫ് നാച്ചർ ആസ് എ ഫ്രണ്ട്? വൈ? അല്ല, ഈ ചിത്രത്തിൽ എന്തൊക്കെ നിങ്ങൾ കാണുന്നുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് കാണുന്നത്? ഒരു ബോയ് ഉണ്ട് അല്ലേ, ഭയങ്കര ഹാപ്പി ആയിട്ട് നടക്കുന്ന ഒരു ബോയ് ഉണ്ട്. പിന്നെന്താ, ചിത്രശലഭം, ബട്ടർഫ്ലൈസ് ഉണ്ട്, ബേർഡ്സ് ഉണ്ട്, ഫിഷ് ഉണ്ട്, റിവർ ഉണ്ട്, ക്യാറ്റ് ഉണ്ട്, സ്ക്യൂറൽ ഉണ്ട് അല്ലേ. അങ്ങനെ ഒരുപാട് ഗ്രീൻ കളറിലുള്ള ട്രീസ് ഉണ്ട്, പ്ലാന്റ്സ് ഉണ്ട് അല്ലേ. ഒരു ഗ്രാസ് ഹോപ്പർ അല്ലേ, പുൽച്ചാടിയൊക്കെ ഉണ്ട് അല്ലേ. പിന്നെന്ത്, ബനാന ലീഫ് ഉണ്ട്. അങ്ങനെ ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ താഴെയായിട്ട് ഹിയർ ദ ബോയ് ഈസ് വെരി ഹാപ്പി ആൻഡ് ഈസ് സിംഗിങ് സോങ്. അവിടെ ഒരു കുട്ടി സന്തോഷത്തോടെ ഒരു പാട്ട് പാടുകയാണ്. ആ ഒരു പാട്ട് ഏതാ? ഓ ലിറ്റിൽ ബട്ടർഫ്ലൈ കം ആൻഡ് പ്ലേ വിത്ത് മീ. എന്താ പറയുന്നത്? എൻ്റെ മനോഹരമായ എൻ്റെ ചിത്രശലഭമേ, ചെറിയ ചിത്രശലഭമേ, കം ആൻഡ് പ്ലേ വിത്ത് മീ, എൻ്റെ കൂടെ വന്ന് കളിക്കൂ. The day is bright, the sky is blue, come and sing with me. എന്താണ്? The day is bright. ഈ ദിവസം ബ്രൈറ്റ്, പ്രകാശമാണ്. The sky is blue. ആകാശം എന്താണ്? ബ്ലൂ കളറിൽ നീല ആകാശം ഉണ്ട് അല്ലേ. സ്കൈ എന്ന് പറഞ്ഞാൽ എന്താ? ആകാശം. കം ആൻഡ് സിങ് വിത്ത് മീ. എൻ്റെ കൂടെ വന്ന് പാട്ട് പാടൂ. ഹേ ലിറ്റിൽ ഗ്രാസ് ഹോപ്പർ കം ആൻഡ് ഡാൻസ് വിത്ത് മീ. എന്താ പറയുന്നത്? ലിറ്റിൽ ഗ്രാസ് ഹോപ്പർ, പച്ചപ്പുൽച്ചാടിയോട് പറയാണ് എൻ്റെ കൂടെ വന്നിട്ട് ഡാൻസ് കളിക്കൂ. ഫ്രണ്ട്സ് വി ഹാവ് ഓൾ എറൗണ്ട്, നെവർ ഫീൽ അഫ്രൈഡ് അല്ലേ. നമുക്ക് ചുറ്റും ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. നെവർ ഫീൽ അഫ്രൈഡ്, ഒരിക്കലും പേടിക്കണ്ട, ആരെയും പേടിക്കണ്ട, നമുക്ക് ചുറ്റും ഒരുപാട് കൂട്ടുകാരുണ്ട് എന്നാണ് പറയുന്നത്. സിംഗ് ഇൻ ദ സോങ് എലോങ് വിത്ത് യുവർ ടീച്ചർ. നിങ്ങളുടെ ടീച്ചറെ കൂടെ ഈ പാട്ട് പാടാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഒന്ന് നമുക്ക് പാടി നോക്കാം. ഹോ ലിറ്റിൽ ബട്ടർഫ്ലൈ കം ആൻഡ് പ്ലേ വിത്ത് മീ, ദ ഡേ ഈസ് ബ്രൈറ്റ്, ദ സ്കൈ ഈസ് ബ്ലൂ, കം ആൻഡ് സിംഗ് വിത്ത് മീ. ഓക്കെ, എൻജോയ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് പോയത്തിലേക്ക് പോവാം. ഹിയർ ഈസ് എ പോയം ദാറ്റ് ഷോസ് ഹൗ നാച്ചർ ഈസ് ഗുഡ് കമ്പാനിയൻ ആൻഡ് ഗാർഡൻ. എന്താണ് പറയുന്നത്? ഇവിടെ ഈ പോയത്തിൽ പറയുന്നത് പ്രകൃതി കൂട്ടുകാരിയും സംരക്ഷകനുമാണെന്ന് കാണിക്കുന്ന ഒരു പോയാണിത് അല്ലേ. അപ്പോൾ അതിന് ആ പോയത്തിൻ്റെ താഴെയായിട്ട് ഒരു പിക്ചർ ഉണ്ട് അല്ലേ. ഒരു കുട്ടി രാത്രിയാണ് തോന്നുന്നു അല്ലേ, മൂണുണ്ട്. ആ മൂണിനെയും നോക്കിയിരിക്കുന്ന ഒരു പിക്ചർ അവിടെ കൊടുത്തിട്ടാണ് ഈ പോയം ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻസ് നമുക്ക് നോക്കാം. ദ മൂൺ ഹാസ് എ ഫേസ് ലൈക്ക് ദ ക്ലോക്ക് ഇൻ ദ ഹാൾ. She shines on thieves on the garden wall, on streets and fields and harbor quays, and birds asleep in the forks of the trees. അപ്പോൾ ഇതിന് മീനിങ് എന്താണ്? ഹാളിൽ ഇരിക്കുന്ന ക്ലോക്കിനെ പോലെയാണ് ചന്ദ്രൻ. ദ മൂൺ ഹാസ് എ ഫേസ് ലൈക്ക് എ ക്ലോക്ക് ഇൻ ദ ഹാൾ. ഹാളിൽ ഇരിക്കുന്ന എന്താണ്? ക്ലോക്കിനെ പോലെ വട്ടത്തിലാണ് ചന്ദ്രൻ. ഷീ ഷൈൻസ് ഓൺ thieves on the garden wall. എന്താണ് പറയുന്നത്? അവൾ തിളക്കം എവിടെയൊക്കെയാണ്?
ഗാർഡൻ വാളിൽ അല്ലേ, പൂന്തോട്ട ചുമരുകളിലും, ഓൺ സ്ട്രീറ്റ്സ് ആൻഡ് ഫീൽഡ് ആൻഡ് ഹാർബർ ക്വേസ്, എന്താണ് പൂന്തോട്ട ചുമരുകളിലും തെരുവുകളിലും, ഹാർബർ എന്ന് പറഞ്ഞാൽ എന്താ, തുറമുഖങ്ങളിലും കടവുകളിലും, പക്ഷികൾ ഉറങ്ങുന്ന ട്രീസിലും, ആൻഡ് ബേർഡ് ഐസ് അസ്ലീപ്പ് ഇൻ ദ ഫോക്സ് ഓഫ് ദ ട്രീ, എന്താണ് പക്ഷികൾ ഉറങ്ങുന്ന മരത്തിൻ്റെ ആ ബ്രാഞ്ചസ് ഇല്ലേ, അതിലെ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചന്ദ്രൻ എന്നാണ് ഈ വരിയിലൂടെ പറയുന്നത്. ഇനി അടുത്ത ലൈൻ നോക്കാം. മനസ്സിലായോ നിങ്ങൾക്ക്? ചന്ദ്രനെ കുറിച്ചാണ് പറയുന്നത്. ചന്ദ്രൻ എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്, ക്ലോക്ക് പോലെ, ഹാളിൽ ചുമരിലിരിക്കുന്ന ക്ലോക്ക് പോലെയാണ്, അത് എവിടേക്കാണ് തിളങ്ങുന്നതെന്ന് പറയുന്നുണ്ട് അല്ലേ. അത്രയാണ് ഈ ഒരു 4 സ്റ്റാൻസയിൽ കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്ത സ്റ്റാൻസ് നോക്കാം. ദ സ്ക്വയറിംഗ് cat and the squeaking mouse, the howling dog by the door of the house, the bat that lies in bed at noon, all love to be out by the light of the moon. എന്താ പറഞ്ഞത്? സ്ക്വാലിംഗ് ക്യാറ്റ്. സ്ക്വാലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ശല്യപ്പെടുത്തുന്ന, സ്ക്വാലിംഗ് ക്യാറ്റ് ശല്യപ്പെടുത്തുന്ന പൂച്ചയും, സ്ക്വീക്കിംഗ് ഞെരങ്ങുന്ന എലിയും അല്ലേ, സ്ക്വീക്കിംഗ് മൗസ് ഞെരങ്ങിപ്പോകുന്ന എലിയും, ദ ഹൗളിംഗ് ഡോഗ് എന്താണ്, ഓളിയിടുന്ന നായയും, ബൈ ദ ഡോർ ഓഫ് ദ ഹൗസ് എവിടെയുള്ള നായയാണ്, ഡോറിൽ കാവൽ നിൽക്കുന്ന ഓളിയിടുന്ന നായയും, ദ ബാറ്റ് ദാറ്റ് ലൈസ് ഇൻ ദ ബെഡ് അറ്റ് നൂൺ എന്താണ്, ഉച്ചയ്ക്ക് കിടന്നുറങ്ങുന്ന വവ്വാലുകളും, all love to be out by the light of the moon, അവർ മൂണിൻ്റെ വെളിച്ചത്തിൽ പുറത്തിറങ്ങാൻ അവർക്ക് ഇഷ്ടമാണ്. ഈ നിലാവിൻ്റെ വെളിച്ചത്തിൽ അവരെന്താ ചെയ്യുന്നത്, അവർക്ക് ഈ നിലാവിൻ്റെ വെളിച്ചം ഇഷ്ടമാണ് എന്നാണ് ഈ 4 ലൈനിലൂടെ പറയുന്നത്. But all of the things that belong to the day cuddle to sleep to be out of her way. എന്താണ് അടുത്ത 2 ലൈനിൽ പറയുന്നത്? പക്ഷേ ആ ദിവസത്തെ എല്ലാ കാര്യങ്ങളും, കടിൽ എന്ന് പറഞ്ഞാൽ എന്താ, കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുകയാണ്. അവൾക്ക് എന്താണ്, അവളുടെ വഴിയിൽ നിന്നും പുറത്തു ഉറങ്ങാൻ എന്താണ്, കഡിൽ ടു ദ സ്ലീപ്പ് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുകയാണ്. ആരൊക്കെയാണ് ഉറങ്ങുന്നത്? And flowers and children close their eyes till up in the morning the sun shall arise. എന്താ പറയുന്നത്? പക്ഷേ ആ രാത്രിയിൽ എന്താ ചെയ്യുന്നത്? ഫ്ലവേഴ്സ്, ചിൽഡ്രൻസ് അല്ലേ, കുട്ടികളും പൂക്കളും ഒക്കെ എന്താ ചെയ്യുന്നത്? കെട്ടിപ്പിടിച്ച് കണ്ണുകൾ അടച്ച് കിടക്കുകയാണ്. എപ്പോൾ വരെ? till up in the morning the sun shall rise. സൂര്യൻ ഉദിക്കുന്നത് വരെ കുട്ടികളും പൂക്കളും ഒക്കെ കണ്ണുകളടച്ച് കിടക്കുകയാണ് എന്നാണ് ഈ ലൈനിലൂടെ പറയുന്നത്. ഇത്രയുമാണ് ഈ ഒരു ചെറിയ പോയത്തിലുള്ളത് കേട്ടോ. നല്ല പ്രകൃതിയെക്കുറിച്ച്, മൂണിനെ കുറിച്ചിട്ടുള്ള ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന പോയാണ്. അപ്പോൾ ഇതിൻ്റെ വർക്കും ആക്ടിവിറ്റീസും നമുക്ക് നോക്കാം. ആദ്യം ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഇവിടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 5 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് റീഡ് ചെയ്യാം. ഹൗ യു എവർ വാക്ക്ഡ് ഇൻ ദ മൂൺ ലൈറ്റ്? വാട്ട് ഡു യു ഫീൽ വെൻ യു സീ ദ മൂൺ ഇൻ ദ സ്കൈ? അല്ലേ, നിങ്ങൾ രാത്രി നടന്നിട്ടുണ്ടോ? എന്താണ് നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്? ആ രാത്രി നടക്കുമ്പോൾ ആകാശത്ത് മൂണിനെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് അനുഭവപ്പെട്ടിട്ടുള്ളത് എന്ന് എഴുതാനാണ് നിങ്ങൾക്ക് പറഞ്ഞത്. ഓരോരുത്തർക്കും ഓരോ വ്യൂ ആവും, അതുപോലെ എഴുതുക കേട്ടോ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മൂൺസ് ഫേസ് കമ്പയർഡ് ടു? എന്താണ് വാട്ട് ഈസ് ദ മൂൺ ഫേസ്? എന്തിനോടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്? ദ മൂൺസ് ഫേസ് കമ്പയർഡ് ടു ക്ലോക്ക് ഇൻ ദ ഹാളിലിരിക്കുന്ന ക്ലോക്കിനോടാണ് മൂൺസിനെ ഇവിടെ കമ്പയർ ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ദ പോയറ്റ് ടു ബേർഡ്സ് സ്ലീപ്പ് അറ്റ് നൈറ്റ്. എവിടെയാണ് പോയിട്ട് ഇവിടെ ബേർഡ്സ് സ്ലീപ്പ് ചെയ്യുന്നത്, രാത്രി സ്ലീപ്പ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുള്ളത്? എവിടെയാണ് ബേർഡ്സ് സ്ലീപ്പ്? ഫോക്സ് ഓഫ് ദ ട്രീ അല്ലേ, ആ മരത്തിൻ്റെ ആ ചെറിയ ബ്രാഞ്ച്, ആ ചെരിഞ്ഞു പോണ ബ്രാഞ്ചസ് ഇല്ലേ, അവിടെയാണ് ഉറങ്ങുന്നതെന്ന് പറഞ്ഞത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, വേർ ഡസ് ദ മൂൺ ഷൈൻ ആൻഡ് സ്പ്രെഡ് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ബീംസ്? എന്താണ്? on the grand wall, on the street, on the field and harbor quays and birds is asleep in the forks of the tree. എന്താണ്, എവിടെയൊക്കെയാണ് മൂൺസ് പ്രകാശം പരത്തുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ട് എന്ന് പറയുന്നത്?
എന്താണ് ആൻസർ കേട്ടോ. ഓൺ ദ ഗാർഡൻ വാൾ, ഓൺ ദ സ്ട്രീറ്റ്, ഓൺ ദ ഫീൽഡ്സ് ആൻഡ് ഹാർബർ ക്വേസ് ആൻഡ് ബേർഡ്സ് ഈസ് അസ്ലീപ് ഇൻ ദ ഫോക്ക് ഓഫ് ദ ട്രീസ്. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ. വൈ കുഡ് ദ ഡോഗ് ബി ഹൗളിംഗ് ബൈ ദ ഡോർ ഓഫ് ദ ഹൗസ്? ദ ലൈറ്റ്സ് ഓഫ് മൂൺ, നിലാവിൻ്റെ വെളിച്ചത്തിലാണ് ഹൗളിംഗ് ഡോഗ് അല്ലേ, ഹൗളിംഗ് ചെയ്യുന്നത്. ഡോഗ് എന്താണ് സൗണ്ട് ഉണ്ടാക്കുന്നത് അല്ലേ, ഒച്ച ഉണ്ടാക്കുന്നത്, ഓളിയിടുന്നത് അല്ലേ. ഇനി 6ാമത്തെ ക്വസ്റ്റ്യനും ആൻസറും ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. വിച്ച് ആർ ദ ക്രിയേറ്റേഴ്സ് ദാറ്റ് ലൈക്ക് ടു സ്പെൻഡ് ടൈം ഇൻ ദ മൂൺ ലൈറ്റ്? എന്താണ് സ്ക്വാലിംഗ് ക്യാറ്റ്, സ്ക്വീക്കിംഗ് മൗസ്, ഹൗളിംഗ് ഡോഗ് അറ്റ് ദ ബാറ്റ്, ഡോഗ് ആൻഡ് ദ ബാറ്റ് അല്ലേ. ആരൊക്കെയാണ്, ഏതൊക്കെ ക്രിയേച്ചേഴ്സെയാണ് ഇവിടെ ലൈക്ക് മൂൺ ലൈറ്റ് സ്പെൻഡ് ചെയ്യുന്നത് എന്ന് പറയുന്നത് അല്ലേ. എന്താണ് ക്യാറ്റ് എങ്ങനെയുള്ള ക്യാറ്റാണ്? സ്ക്വാലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു എന്താണ് ശല്യപ്പെടുത്തുന്ന പൂച്ചയും, സ്ക്യൂക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇഴയുന്ന മൗസ്, ഇഴയല്ല ഞരങ്ങുന്ന എലിയും, പിന്നെന്താ വാതിലിനടുത്ത് ഓളിയിടുന്ന നായയും, പിന്നെന്താ ഉച്ചയ്ക്ക് കിടങ്ങുന്ന വവ്വാലുകൾ അല്ലേ, ദ ബാറ്റ്. ഓക്കെ, 7th ക്വസ്റ്റ്യൻ. ഹൗ ലോങ് ഡു ദ ഫ്ലവർ ആൻഡ് ചിൽഡ്രൻ സ്ലീപ്പ് ആൻഡ് ടേക്ക് റെസ്റ്റ്? എത്ര സമയമാണ് ഫ്ലവേഴ്സും ആൻസർ എന്താ? ടിൽ അപ്പ് ഇൻ ദ മോർണിംഗ് ദ സൺ ഷാൾ റൈസ് അല്ലേ, സൂര്യൻ ഉദിക്കുന്നത് വരെയാണ് എന്നാണ് ഉത്തരം. ഇനി നമുക്ക് ആക്ടിവിറ്റീസിലേക്ക് പോവാം. ലുക്ക് അറ്റ് ദ വേർഡ്സ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ സൗണ്ട്സ് മെയ്ഡ് ബൈ അനിമൽസ്. ദ ക്രിപ്പിംഗ് ബേർഡ്സ്, പിന്നെന്താ ദ ഡ്രംറ്റിംഗ് എലിഫൻറ്റ്സ്. There are similar words in the poem that describe the sounds made by the animals. Pick out those words and write them down. എന്താണ് പറഞ്ഞത് ഇവിടെ എക്സാമ്പിൾ തന്നത്? ചിർപ്പിംഗ് ബേർഡ്സ്, ട്രംപറ്റിംഗ് എലിഫൻറ്റ്സ് എന്നൊക്കെ. അതുപോലുള്ള എക്സാമ്പിൾ പാഠഭാഗത്ത് നിന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. നമ്മൾ പഠിച്ചതാണ് സ്ക്വാലിംഗ് ക്യാറ്റ്, സ്ക്വിക്കിംഗ് മൗസ്, ഹൗളിംഗ് ഡോഗ് അല്ലേ. നെക്സ്റ്റ് ആക്ടിവിറ്റി 2ലേക്ക് പോവാം. ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. മാച്ച് ദ ഫ്രേസസ് ഇൻ കോളം എ വിത്ത് ദോസ് ഇൻ കോളം ബി ആൻഡ് മേക്ക് കംപ്ലീറ്റ് സെന്റൻസ്. ദ തീവ്സ്, ദ ബേർഡ്സ്, ദ ബാറ്റ്, ദ ഡോഗ്, ദ ചിൽഡ്രൻ. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഈസ് ഹൗളിംഗ് ബൈ ദ ഡോർ ഓഫ് ദ ഹൗസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ. അത് നമുക്ക് എന്താണ്? ദ തീവ്സ് ആർ ഓൺ ദ ഗാർഡൻ വാൾ അല്ലേ. ഇനി സെക്കൻഡ്, ദ ബേർഡ്സ് ആർ അസ്ലീപ്പ് ഇൻ ദ ഫോക്ക് ഓഫ് ട്രീ, ഉറങ്ങാതെ കിടക്കുന്ന ആ ഫോക്കിൻ്റെ. ദ ബാറ്റ് എന്താണ്? ലൈസ് ഇൻ ബെഡ് അറ്റ് നൂൺ, ഉച്ചക്ക് ഇറങ്ങുന്ന ബാറ്റ്, വവ്വാലുകൾ. ദ ഡോഗ് എന്താണ്? ഈസ് ഹൗളിംഗ് ബൈ ദ ഡോർ ഓഫ് ദ ഹൗസ് അല്ലേ, വാതിൽക്കൽ നിന്നിട്ട് ഓളിയിടുന്ന ഡോഗ്സ്. ഇനി ദ ചിൽഡ്രൻ എന്താ പറയുന്നത്? സ്ലീപ്പ് ടിൽ ദ സൺറൈസ്, സൂര്യൻ ഉദിക്കുന്നത് വരെ ഉറങ്ങുന്ന ചിൽഡ്രൻസ്. ഇത്രയാണ് ആക്ടിവിറ്റീസ് 2. ഇനി നമുക്ക് ആക്ടിവിറ്റീസ് 3ലേക്ക് പോവാം. ആക്ടിവിറ്റി 3. ഹിയർ ആർ സം ബലൂൺസ്, സം ആർ റെഡ്, സം ആർ ഗ്രീൻ. റൈമിംഗ് വേർഡ്സ് ആർ ഗിവൺ ഓൺ ദ ഗ്രീൻ ബലൂൺസ്. ദ വേർഡ്സ് ഓൺ ദ റെഡ് ബലൂൺ ഡു നോട്ട് റൈം. ആഡ് റൈമിംഗ് വേർഡ്സ് ഓൺ ദ ഗ്രീൻ ബലൂൺസ് ഫ്രം ദ പോയം. പോയത്തിൽ നിന്നും റൈമിംഗ് വേർഡ്സ് കണ്ടെത്താനാണ്. ഇവിടെ റെഡ് ബലൂണിൽ എഴുതിയത് റൈമിംഗ് വേർഡ്സ് അല്ല, ഗ്രീൻ ബലൂണിലാണ് റൈമിംഗ് വേർഡ്സ് എഴുതേണ്ടത്. അവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ക്യോസ്, ട്രീസ്, പിന്നെ ഹോളിന് എന്തായിരിക്കും നമുക്കറിയാം. റൈമിംഗ് വേർഡ്സ് പറഞ്ഞാൽ ആ പോയത്തിലെ വരികളിലെ അവസാനം ഒരേ പ്രൊനൗൺസിയേഷൻ വരുന്നതാണ്. ഓരോ ലൈനിലും കണ്ടിന്യൂസ് ആയിട്ട് ഫസ്റ്റ് ലൈനിൽ ലാസ്റ്റ് വരുന്നത്, സെക്കൻഡ് ലൈനിൽ ലാസ്റ്റ് വരുന്നത് വേർഡ് വേറെ ആയിരിക്കും, പക്ഷേ പ്രൊനൗൺസിയേഷൻ ഒരേപോലെ ആയിരിക്കും. അതിനെയാണ് റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള വേർഡ്സ് നമ്മൾ പാഠഭാഗത്തു നിന്ന് കണ്ടെത്തി ഈ ഗ്രീൻ ബലൂണിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഹോൾ, വാൾ, ഡേ, വേ, മൗസ്, ഹൗസ്, നൂൺ, മൂൺ, ഐസ്, എറൈസ്. ഇത് നിങ്ങളെ പോയം ഒന്ന് എടുത്തിട്ട് ആ വരികളൊന്ന് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ലാസ്റ്റ് ഭാഗത്തിൽ സെയിം പ്രൊനൗൺസിയേഷൻ ആയിട്ട് വരുന്നതാണ് റൈമിംഗ് വേർഡ്സ്. അത് കണ്ടെത്തി എഴുതുക, കൂടുതലുണ്ടെങ്കിൽ കണ്ടെത്തി എഴുതുക കേട്ടോ. ഇത് അതിന് എക്സാമ്പിളാണ്. അപ്പോൾ ലാസ്റ്റ് ആക്ടിവിറ്റി നോക്കാം. കളക്ട് സിമിലർ നാച്ചർ പോയം, റൈറ്റ് ഓൺ ഓഫ് ദം ബിലോ ആൻഡ് റെസൈറ്റ് ഇറ്റ് ഇൻ ദ ക്ലാസ്. എന്താണ് പറയുന്നത്? നിങ്ങളോട് ഇതുപോലുള്ള പ്രകൃതിയുടെ പോയിംസ്, കവിതകൾ കണ്ടെത്താനും എഴുതാനും അത് ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് ചെയ്യുക. ഇത്രയേ ഉള്ളൂ വീഡിയോ.
അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും നമുക്ക് കാണാം. എല്ലാവർക്കും ബൈ ബൈ.